പേര് മുഹമ്മദ് മുസ്തഫ. സ്ഥലം ഞാൻ പെരിന്തൽമണ്ണ. എങ്ങനെയാണ് ഈഗിൾസിൻ്റെ എന്താണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു. ഇപ്പോൾ CA എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈഗിൾസിൻ്റെ ഒരു അനുഭവം? ഈഗിൾസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. പിന്നെ മൊബൈൽ ഫോണില്ല. മറ്റ് നമ്മുടെ പഠിത്തം എന്നല്ലാതെ വേറൊരു ചിന്തന കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗം ഇവിടെ ഇല്ല. കാരണം മുന്നേ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാമ്പസിൽ കയറിയാൽ പാസ്സാവുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ ആ കുട്ടി എഫേർട്ട് ഇട്ട് പഠിക്കും എന്നുള്ളത് എന്താണ് 100% ഉറപ്പാണ്. കാരണം എല്ലാവരും നിന്നൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. മേ ബി ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും ഇത്രത്തോളം എഫേർട്ട് പഠിച്ചത് സത്യമാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ നല്ല താല്പര്യമാണ്. കാരണം ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓലൊക്കെ പാസ്സായി, നമ്മുടെ അതായത് സീനിയേഴ്സ് ഇപ്പോൾ ഇൻ്റർ പാസ്സായി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഓല് നമുക്കൊരു മോട്ടിവേഷനാണ്. കാരണം ഓല് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ, ഓക്കെ നമുക്കും പറ്റും നല്ലൊരു ചിന്താഗതി നമ്മളറിയാതെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഫുൾ ഫോക്കസ് സ്റ്റഡിയാണ്. അതിലൊക്കെ എൻ്റർടൈൻമെൻറ്റായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് കിട്ടുവിടുന്നത്. അതിനി ഇവിടുന്ന് പഠിച്ചിട്ട് പുറത്ത് പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈഗിൾസിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും അതിൽ. ഇന്നത്തെ പ്രോഗ്രാം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം? എന്താണ് അവാർഡ് ദാനം? ഇതിൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ CA എഴുതുന്നുണ്ട്, അതുപോലെ CMA ഇതിനൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ CA ഫൗണ്ടേഷൻ്റെയും അതുപോലെ CMA ഫൗണ്ടേഷൻ്റെയും ഫെലിസിറ്റേഷൻ സെറമണിയാണ്. രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട്? പാരൻസൊക്കെ വന്നിട്ടുണ്ട്. ഹാപ്പിയാണ് ഇവിടുത്തെ പഠനം? അതെ, ശരിക്കും റിയലി. ഞാൻ ഫാരിഷ ഷെറിൻഡിക്ക്. ഞാൻ ഈഗിൾസിലെ B29 ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അതായത് CA ഫൗണ്ടേഷൻ ബാച്ചിലെ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. CA ഇൻ്ററിലെ ഒരു സ്റ്റുഡൻ്റാണ്. എൻ്റെ സ്ഥലം പട്ടാമ്പി, പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കോൺവെക്കേഷൻ, അതായത് ഫെലിസിറ്റേഷൻ സെറിമണിയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോഴും സ്റ്റുഡൻ്റാണ്, മുന്നേയും സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഹാപ്പി, പ്രൗഡ് മൊമെൻ്റ് ആണ്. ലൈക്ക് എല്ലാവരും പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക. നമ്മൾ ആദ്യം +2 കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, എല്ലാവരുടെയും ഈ കാലത്തുള്ള ഒരു കൺസേൺ ആണ്. അത് അങ്ങനെ CA പഠിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരയിലായി. അപ്പോൾ ഓരോ റിവ്യൂസും ഇതേപോലെയുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലുണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ സത്യമാവോ. പക്ഷേ ജെനുവിൻലി ഞാൻ പറയുകയാണ്, അത്രയും ഹാപ്പിയോടെയാണ് ഞാൻ പറയുന്നത് CA ഒരു ഫൗണ്ടേഷൻ എടുത്താൽ ഈഗിൾസിലേക്ക് വരിക. കാരണം അവിടെ വന്നാൽ പഠിക്കണം എന്നൊരു ഇൻറ്റൻഷൻ ഉണ്ടോ, അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കും, പാസ്സാക്കിയിരിക്കും. അതുതന്നെയാണ് ഇത്രയും പ്രൗഡായിട്ട് ഇന്ന് നിന്ന് പറയാൻ എനിക്ക് വരുന്നത്. രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഏറ്റവും, ഈ കോഴ്സ് അത്രയും ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മളെ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പുഷ് ചെയ്യാൻ ഒരാൾ വേണം. അത് നമ്മുടെ രക്ഷിതാക്കളെ പോലെ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈഗിൾസ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ പാരൻസ് നമ്മൾക്ക് തരുന്ന ഇമോഷൻ, അവരുടെ സപ്പോർട്ട്, പറ്റും, നമ്മളെ കൊണ്ട് പറ്റും എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു തോട്ടാണ് നമ്മളെ ഇവിടെ നിന്ന് എത്തിച്ചേർത്തിക്കുന്നത്. പെൺകുട്ടികളൊക്കെ ഇപ്പോൾ CAയിലേക്ക് മുമ്പൊന്നും ഇതിലൊക്കെ കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ CA ഒക്കെ എടുത്ത് ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. ഒരു വലിയൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ഒരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ തിരഞ്ഞു വരുന്നവർക്ക് ഞാൻ പറയും ഈഗിൾസാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നമുക്ക് പഠനം മാത്രമല്ല സ്നേഹം കൂടിയാണ് തരുന്നത്. അതാണ് ഞങ്ങൾ ഇത്രയും പവർഫുൾ ആക്കുന്നതും. ഈവൻ ആ സാർ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണാണെന്ന് അറിയുന്നത്. കാരണം അവർ നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മാനേജ്മെൻറ്റ് ആണെങ്കിലും ജംഷീന മാം ആണെങ്കിലും രാത്രി പോലും പോവാതെ നിന്ന് നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. ഈവൻ എൻ്റെ എക്സാം ടൈമിൽ 4 ദിവസം മുന്നെയാണ് എൻ്റെ കാലൊടിഞ്ഞത്. അപ്പോൾ ഭയങ്കര പാനിക്കാവുന്ന ഒരു സ്റ്റേജാണ്. ഞാൻ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ്, ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. ഞാൻ വീട്ടിൽ പോലും പോയില്ല. വീട്ടിൽ പോയാൽ ഉപ്പുമ്മ പൊന്നു പോലെ നോക്കും. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാൻ പോയി കഴിഞ്ഞാൽ തോക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു കുറവും വരാണ്ട് ഇന്ന ദിവസം വന്ന് കണ്ടി നോക്കിയിരുന്നത് ഈ മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്ന ആ സപ്പോർട്ടും അവരുടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഹഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമാണ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മോട്ടിവേഷനാണ്, തന്നെ പഠിച്ചോളൂ. വീട് ഗൂഡല്ലൂർ, നീലഗിരി ജില്ലയിൽ. ഈഗിൾസിലേക്ക് എത്തുന്നത് ലത്തീഫ് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട്, ലത്തീഫ് സാറിൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി വന്നത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സിസ്റ്റം ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വന്നത് തന്നെയാണ്. തമിഴ്നാട് ഗൂഡല്ലൂർ അതെ, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. CA ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ CA ഇൻ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠന രീതി കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇത്ര വലിയ അച്ചീവ്മെൻറ്റ് കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടൂല. ഫോണില്ലാതെ അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും പഠിക്കാൻ പറ്റിയത്. സ്വപ്നം എത്രയും പെട്ടെന്ന് CA ആവുക. CAൻ്റെ ഒപ്പം ഞാൻ CMAയും ചെയ്യുന്നുണ്ട്. അപ്പോൾ CA CMA ഷിതാന. അവരെല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും ഒപ്പം നിൽക്കും. പിന്നെ അവർക്ക് അങ്ങനെ
എന്നെ എന്തിനും കമ്പലയില്ല, എൻ്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാൻ പറയും. സാറിൻ്റെ പേര്? എൻ്റെ പേര് അബ്ദുൾ റഹീം. ഈ മൊബൈലൊന്നും ഇല്ലാതെ കുട്ടികളൊക്കെ വളരെ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ കുട്ടികൾ പറ്റുമോ? ഈഗിൾസിലൊന്നും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളവർക്ക് പറ്റിയിരുന്നു. മോൾ ആദ്യം എല്ലാം കണ്ടറിഞ്ഞു. ഞങ്ങൾ 4 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, 4 പോയിട്ട് 4-മത്താണ് ഈഗിൾസിലെത്തിയത്. അങ്ങനെയാണ് ഈഗിൾസിൽ ചേരാൻ തന്നെ കാരണം. മോളുടെ ഒരു വലിയൊരു അതെ അതെ അതെ, അവളെ ഇഷ്ടത്തിന് ചേർച്ച, അവിടെ ഉദ്ദേശ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ അതെ, നല്ല രീതി. പേരെന്താ? സെലീന. എന്താണ് മോളുടെ പഠന രീതിയെക്കുറിച്ച് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്താണ് പേര്? എൻ്റെ പേര് ഹിസാന. ഞാൻ സിസ്റ്ററാണ്, എൻ്റെ സിസ്റ്ററാണ്. വളരെയധികം സന്തോഷം. ഇൻസ്റ്റിറ്റ്യൂട്ട് ആയെന്നുണ്ടെങ്കിലും ഓളുടെ ഒരു തീർച്ചയായിട്ടും അവളെ ഇൻസ്പയർ ചെയ്യുക, പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഫോണൊന്നും ഇല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിക്ക് ഇൻസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെൻറ്റേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂട്ടിനും നല്ലൊരു പങ്ക് തന്നെ ഉണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. സാറിൻ്റെ ഒരു മോട്ടിവേഷനൊക്കെ എങ്ങനെയാണ്? ലത്തി സാറിൻ്റെ മോട്ടിവേഷൻ കിട്ടിയാൽ മതി, നമുക്ക് അന്നത്തെ ഇത് എനർജി കിട്ടി. പിന്നെ ഒന്നുകൂടി തന്നാൽ ഒന്നുകൂടി കാണാൻ പോവാ. പേര് ഷമീമുൽ ഹക്ക്, നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ CA ഫൗണ്ടേഷനിലൂടെ 2025 ജനുവരി 2025 സിംഗിൾസിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. എങ്ങനെയാണ് ഈഗിൾസിലേക്ക് എത്തുന്നത്? ഈഗിൾസിൽ എത്തുന്ന എൻ്റെ ഒരു കസിനോട് പഠിച്ചിരുന്നത്. അവളിപ്പോൾ CA ഇൻ്റർ പാസ്സായി, കഴിഞ്ഞ വർഷം CA ഇൻ്റർ പാസ്സായി. ഇപ്പോൾ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നതാണത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ചതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഇരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈഗിൾസിൽ എത്തിക്കഴിഞ്ഞാൽ എവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ യെസ്, തീർച്ചയായും. ഈ ഈഗിൾസ് എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ ഈഗിൾസ് വരാം എന്നതാണ്. CA പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഈഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഈഗിൾസ് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരുപാട് ഉത്തരങ്ങൾ നമുക്കുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വൈ ഈഗിൾസ് എന്ന്. അതിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിസൾട്ട് മാത്രമാണ്, വേറെ ഒന്നും കൊടുക്കാനില്ല. തീർച്ചയായും ഇതിനേക്കാൾ ഉയരം ഈ അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പായി നമുക്ക് തീരുമാനിക്കുന്നതാണ്. ഇതൊക്കെ വളരെ സപ്പോർട്ടാണ്. നമ്മൾ ഈഗിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദേ കെയർ അബൌട്ട്സ് അവർ പേരൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ പേരൻസിന് കൂടുതൽ സപ്പോർട്ടീവാണത് ഈഗിൾസ്. ഋത്വിക് സാറിന് മോട്ടിവേറ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ കയറിയിരുന്നാൽ പിന്നെ അത് വേറെ ലെവലായിരിക്കും. 2 ദിവസം ഒരു ഫയറിലായിരിക്കും നമ്മൾ ക്ലാസ്സിൽ. അപ്പോൾ സാറ് ആഴ്ചയിൽ വരും, മോട്ടിവേഷൻ തരും, നമ്മളെ ഫയർ ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും. നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എറണാകുളം. രേഖ. എങ്ങനെയുണ്ട് ഈഗിൾസ്? അടിപൊളിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല. വി ഹാവ് ആൻ എൻറ്റയർ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ഓവർ ദേ. നമ്മളവിടെ പോയി നമ്മൾ സാധാരണ +2 വരെ നമ്മളിങ്ങനെ ജീവിച്ചു വരുന്നത്. വീട്ടിൽ പോവുക, പഠിക്കുക, എന്നിട്ട് ഇന്ന് ക്ലാസ്സിലേക്ക് വരിക, ഫ്രണ്ട്സിനെ കാണുക, വീട്ടിൽ പോവുക, അതേ അല്ല ഇവിടെ. നമ്മളിവിടെ വന്ന എൻറ്റയർ ലൈഫ് നമുക്ക് ഇവിടെ തന്നെയാണ്. ഞാനൊരു സിംഗിൾ ചൈൽഡാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റൊരു മോളേ ഉള്ളൂ. എൻ്റെ മമ്മി ഹൗസ് വൈഫാണ്. സോ ഞാനില്ലെങ്കിൽ മമ്മിക്ക് വേറെ ആരുമില്ല വീട്ടിൽ. സോ എന്നെക്കാളും കഷ്ടപ്പെട്ടത് എൻ്റെ മമ്മിയായിരുന്നു. പക്ഷെ മമ്മിക്ക് ഇവിടെ ആരുമില്ല. ബട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഈഗിൾസിലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ബിക്കോസ് ലൈക്ക് ഈഗിൾസ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ വലിയതാണ്. സാറുമാരാവട്ടെ, സ്റ്റാഫ്സ് ആവട്ടെ, ഈവൻ ക്ലീനിങ് സ്റ്റാഫ്സ് വരെ നമ്മുടെ അടുത്ത് അത്രയും സ്നേഹമായിരിക്കും. അമ്മ ഇല്ലാന്നൊന്നൊരു വിഷമം എനിക്കവിടെ ഉണ്ടായിട്ടേ ഇല്ല. അവിടെ പോയ 1 ദിവസം 2 ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ട് അമ്മയില്ലാണ്ട്. ബട്ട് അടുത്ത ദിവസം മുതൽ അവിടുത്തെ റിയാലിറ്റി അറിഞ്ഞു, പഠിത്തത്തിലേക്ക് പോയി, എൻറ്റയർലി ഞാൻ മാറി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റാത്ത മേ ബി ആയിരിക്കാം, അല്ലാണ്ട് മമ്മി ഇല്ലാഞ്ഞിട്ടോ ഇല്ലാണ്ട് ഒന്നുമല്ല. ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ പാസ്സാവുമെന്ന് വളരെ പേടിച്ചൊരു മൊമെൻ്റ് ഉണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ CA ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാ, നമുക്ക് 100% എപ്പോഴും നമുക്ക് കൊടുത്തിട്ട് എക്സാമിലേക്ക് പോകാൻ പറ്റില്ല. സോ ഞാൻ കൊടുത്തോ നമുക്ക് ഒരു ചെറിയ പേടിയുണ്ടാവും. ബട്ട് വി ഹാവ് സ്റ്റഡീഡ് ആൻഡ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവും. എന്നാലും ദൈവത്തിൻ്റെ ഒരു ലക്കിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കും ആ ഒരു മൊമെൻറ്റ്. ബട്ട് ഞാൻ പാസ്സായ ആ ഒരു മൊമെൻറ്റ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈവൻ ആ ഒരു മൊമെൻറ്റ് വരെ എൻ്റെ മമ്മിയുടെ മുഖത്തിൽ ഞാനൊരു സന്തോഷം കണ്ട്, എൻ്റെ അച്ഛൻ്റെ മുഖത്തിൽ അതിനേക്കാൾ ഒരു സന്തോഷം കണ്ട്. അതിനൊക്കെ ഒരു വാല്യുബിൾ മൊമെൻ്റ് ഇല്ലായിരുന്നു. സോ അതിനെ ഏർപ്പെടുത്തി തന്ന ഈഗിൾസിന് വളരെ നന്ദിയുണ്ട്. പഠിക്കുമ്പോൾ CA തന്നെയായിരുന്നു ലക്ഷ്യം? യെസ്, CA തന്നെയായിരുന്നു. CA +2 തുടങ്ങിയപ്പോൾ തന്നെ CAയിലേക്ക് വരണം ആൻഡ് ഈഗിൾസിലേക്ക് തന്നെ വരണം എന്നൊരു ലക്ഷ്യത്തോടെ ആയിരുന്നു പഠിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈഗിൾസിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സോഷ്യൽ മീഡിയ അങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് കൂടുതലൊരു പഠനം നടത്തി. സത്യം പറഞ്ഞാൽ ആദ്യം ഈഗിൾസിന് വലിയ പരസ്യമൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. ഈഗിൾസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൂലമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അത് ഭയങ്കര ഒരു ചെറിയൊരു യൂണിറ്റിൽ നിന്നായിരുന്നു നമ്മുടെ ഈഗിൾസ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് വലുതായത്. സോ അതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം
ഇവിടെ എൻട്രി വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് സെറ്റായി നമുക്ക് പാസ്സാവാമെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈഗിൾസിൽ കയറിയത്. കഴിഞ്ഞ ദിവസം ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, 300ഓളം ആളുകളാണ് പങ്കെടുത്തത് ആ പരിപാടിയിൽ. ഒരു പക്ഷേ ഈഗിൾസിൻ്റെ ഒരു വലിയ വിജയമായി. യെസ്, ഓഫ് കോഴ്സ്. അവർ അത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു എന്തായാലും ഫൗണ്ടേഷൻ്റെ റിസൾട്ട് ഉണ്ടാവും, അടുത്ത ഫൗണ്ടേഷന് വരും. എന്തായാലും ഇപ്പം നമുക്ക് എടുക്കാൻ പോകുന്നത് ഗോൾഡൻ ബാച്ച് ഒക്കെയാണ് അടുത്ത ഈഗിൾസ് എടുക്കാൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്നു എന്തായാലും ആ പിള്ളേരും ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ പാസ്സായിരിക്കും. ആൻഡ് വന്നാൽ മാത്രം പാസ്സാവുമെന്നല്ല, വന്ന് ഇരുന്ന് പഠിക്കാനുള്ള മനസ്സോടെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പാസ്സായിരിക്കും. ഈ മൊബൈലൊന്നും ഇല്ലാതെ കുട്ടികൾ എങ്ങനെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്? മൊബൈൽ ഇല്ലാതെ കാരണം കൊണ്ടാണ് അവൾ പഠിക്കുന്നത്. അതാണ് അവർ സ്ട്രിക്റ്റ് ആവശ്യമാണ്. അത് ഉറപ്പായിട്ട് വേണം. ഈ സമയത്ത് ഇങ്ങനെ വേണം. മൊബൈൽ ഇല്ലാതെ തന്നെ പിള്ളേർ പഠിക്കും. മൊബൈൽ ഉണ്ടെങ്കിൽ പിള്ളേർ പഠിക്കില്ല. അത് കാരണം കൊണ്ട് മൊബൈൽ ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ പഠിക്കും. ലൈക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിലൂടെ പഠിക്കാനുള്ളതുണ്ട്. ബട്ട് അതല്ലാണ്ട് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ് മൊബൈലിൽ കൂടുതലുള്ളത്. ഇവിടുത്തെ നമ്മുടെ മനുഷ്യർക്ക് ആ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനുള്ള കഴിവില്ല. അതാണ് നമ്മൾ മൊബൈലിലൂടെ പഠിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൊബൈൽ ഇല്ലാത്തൊരു പ്രശ്നമില്ല. ഞങ്ങൾ ആകെ അരമണിക്കൂറാണ് ബട്ടൺ ഫോൺസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ബിക്കോസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മനുഷ്യരെ കണ്ട്, മനുഷ്യരോട് സംസാരിച്ച്, മനുഷ്യരുടെ സ്നേഹം കണ്ട്, അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം വരുന്നത്. ബിക്കോസ് ഒരു എക്സാമിൽ ഞങ്ങൾ പാസ്സാവണം, അത് ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പാസ്സാവണമെങ്കിൽ ഞങ്ങൾക്കൊരു ബോണ്ടിങ് ആണ് ആവശ്യം, ഫോണല്ല ഞങ്ങൾക്ക് ആവശ്യം. സോ അങ്ങനത്തെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഞങ്ങൾ പാസ്സാവാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. ചീഫ് ഗസ്റ്റ് പറയുകയുണ്ടായി സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യം. യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങളുടെ സാറുമാരും ഞങ്ങളുടെ ക്ലീനിങ് സ്റ്റാഫ്സും ഞങ്ങളുടെ സ്റ്റാഫ്സ് വരെ ഞങ്ങൾ പ്രേരിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടുണ്ടോ അത്രയും ചെയ്യുമവർ. ഞങ്ങൾ ഒരു എക്സാം, ഈവൻ ഓരോ ചെറിയ എക്സാമിന് വരെ ഞങ്ങൾ പാസ് ചെയ്യാൻ അവർ അത്രയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈഗിൾസ് ഇസ് വണ്ടർഫുൾ. ലത്തീഫ് സാർ വേറെ ലെവലാണ്. ഞങ്ങൾ എങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ലത്തീഫ് സാർ കയറാൻ വിചാരിക്കുക. ലത്തീഫ് സാർ എപ്പോഴും പറയും, വന്നാൽ തന്നെ പറയും, ആഴ്ചയിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കയറണം എന്തായാലും പറയണം മക്കളെ. ബിക്കോസ് ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്തായാലും പറയിപ്പിച്ച് എന്നെ കയറിപ്പിക്കണം. ബിക്കോസ് ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണം. ബിക്കോസ് ഞങ്ങൾ ആ ഒരു ദിവസത്തെ ടോപ്പിക് തന്നെ ഞങ്ങൾ തളരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സാറിന് നമ്മൾ മോട്ടിവേഷൻ കേട്ടാൽ തന്നെ ഓക്കെ, അടുത്തൊരു ഒരാഴ്ചത്തേക്ക് സെറ്റ്, അടുത്തൊക്കെ ഓക്കെ സെറ്റ്, ഇനി പഠിക്കുന്ന പറഞ്ഞൊരു വിശ്വാസത്തിലാണ് നമ്മളിരിക്കുക. ലത്തീഫ് സാറിൻ്റെ ഓരോ വേർഡ്സും നമുക്ക് ഓരോ മൊമെൻ്റ് ഓഫ് ഫീലിംഗ് ഇൻസ്പിറേഷനിലാണ്. അത് വേറെ ലെവൽ തന്നെയാണ്. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു വാർത്തയില്ല സത്യം പറഞ്ഞാൽ. ഈഗിൾസിൽ നമുക്ക് 10th മുതലേ സി ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ +2 എത്തി. ആ സമയത്ത് മീൻസ് ഓൾറെഡി കരിയർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി സെർച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് തന്നെ ലത്തീഫ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് മീഡിയ വണ്ണിൻ്റെ. അതാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഈഗിൾസിനെ കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ അന്വേഷിച്ച്, അപ്പോൾ എന്നാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇത് പഠിക്കുക, ഫോണില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു കാലത്ത് അതൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉമ്മാനത്ത് പറഞ്ഞു, ഉമ്മ ഇവിടെ പോയി എന്തായാലും പാസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഇപ്പം എന്താ പറയുക, അന്ന് മുതൽ ഇന്ന് വരെ എനിക്കിത് റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. കാരണം എന്താ പറയുക, അത്രയും ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുത്തത് ഇവിടെ വരാനുള്ള, ഇവിടെ പഠിക്കാനുള്ളതാണ്. അതെ അതെ, അങ്ങനെ ആഗ്രഹിച്ചത് തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയ കണ്ട ഒരു ഈഗിൾസിനെ പറയുമ്പോൾ പെട്ടെന്നാണ്ട് വിശ്വസിക്കാനും കഴിയില്ല. പക്ഷേ കൂടുതൽ നിങ്ങൾ അന്വേഷിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞു? ആ സമയത്ത് റിസൾട്ട് എന്ന് പറയും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇതായി അങ്ങനെ വന്നതാണ്. ആൻഡ് പക്ഷേ പേടി തോന്നിയില്ലേ മൊബൈൽ ഇല്ലാത്ത ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ്? ഒരു പക്ഷേ ഒരുപാട് സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയം തോന്നിയില്ലേ? പേടിയൊന്നും. കാരണം എൻ്റെ കസിൻസൊക്കെ എന്താ വെച്ചാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കും, ഒരു ഭയങ്കര ഫ്രീ ആണ്, ഫുൾ ടൈം ഫോണുണ്ട്. പക്ഷേ ഒരു കുറേ അറ്റംപ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി അത്രയ്ക്കും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് വൺസ് നമ്മൾ യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ പ്രശ്നമല്ല. ഓക്കെ, ഫോണില്ല, ഫോൺ വേണ്ട, പഠിക്കാം, എത്ര സമയം പഠിക്കാം, ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ അഡോപ്റ്റ് ആയിക്കോളും. അത്രേ ഉള്ളൂ. എൻ്റെ പേര് ഷിഹാബ്. ജംസീറ. എങ്ങനെയാണ് മോളെ ഇവിടെ വിടുമ്പോൾ ധൈര്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ് ആയിരിക്കും? ഇവിടെ തന്നെ മോൾ തന്നെയാണ് പറഞ്ഞത്, കുറച്ച് റിസ്കി കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹം. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഈഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അന്വേഷിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടത്തേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ കെയറിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. കുട്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെ സന്തോഷമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഈഗിൾസിലേക്ക് വിടാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു വിട്ടത്. വളരെ സന്തോഷം. ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോള് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടം നമ്മളെ ലഹരിയെയും മറ്റെല്ലാ മേഖലയും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് രക്ഷിതാവെന്ന നിലയിൽ ഒരു പെൺകുട്ടിയെയും കൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഏറ്റവും കെയറായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മോള് ഈഗിൾസ് തിരഞ്ഞെടുത്തതിൽ
എന്താ പറയുക അഭിനന്ദിക്കുകയും കൂടിയാണ്. കാരണം ഒരു ഫോൺ കൊടുക്കാതെ അല്ലെങ്കിൽ പുറത്തേക്ക് വിടാതെ ഒരു എല്ലാം നമ്മൾ മറ്റുള്ള ആളോട് പറയും അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പറയും നമുക്ക് കിടന്നുറങ്ങാം. സമാധാനത്തോടു കൂടെ ഇന്നത്തെ ഒരു കാലത്തിൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും വേണം. അതിലുപരി നമുക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഈഗിൾസ് തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല അത് പറയാണ്ട് കഴിയില്ല. കാരണം നമ്മൾ ഭയങ്കര ഈ കോഴ്സ് അങ്ങനെയാണ്. കുറേ ടൈം നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയ സമയം ഉണ്ടാവും. ആ സമയത്തൊക്കെ ലത്തീഫ്സാറിനെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. ഒരു കണ്ടാൽ ജംഷിനാമ മൂസനാമ ഒരു കണ്ടാൽ മതി. കാണുമ്പോൾ നമുക്ക് നമ്മൾ ഉമ്മാനെ കാണുന്നൊരു ഫീലാണ്. ഒരു ഹഗ് ഒരു വാക്ക് മതി നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് എല്ലാവരും ഭയങ്കര കെയറിങ് ആണ്. ഭയങ്കര ഒരു ഇവിടുന്ന് കിട്ടുന്നൊരു ആ ഒരു കരുതലും സ്നേഹവും ആ ഒരു സപ്പോർട്ടും അത് വേറെ എവിടെയും കിട്ടും നമുക്ക് തോന്നില്ല. കാരണം അത്രക്കുമാണ് പറഞ്ഞാലത് ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് അനുഭവിച്ചാൽ അത് മനസ്സിലാവണം. ഏതായാലും തുടർന്നുള്ള വിദ്യാഭ്യാസ പഠനത്തിന് എല്ലാവിധ ആശംസകളും നേടുകയാണ്. താങ്ക് യു. ഐഷ മുഹമ്മദ് യാസിർ, തൃശ്ശൂർ. എങ്ങനെയുണ്ട് ഈഗിൾസ്? ഈഗിൾസ് അടിപൊളിയാണ്. ലൈക്ക് ഞാനിപ്പോൾ ഒമാനിലാണ് പഠിച്ചിരുന്ന +2 വരെ. അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് എല്ലാം സാക്രിഫൈസ് ചെയ്ത് വരണം എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ഈഗിൾസ് ആണ്, പിന്നീട് യൂട്യൂബിൽ ഇങ്ങനെ ഈഗിൾസ് കണ്ടിട്ടാണ് വരുന്നത്. അവിടെ വെച്ചാൽ സാക്രിഫൈസ് ചെയ്യണം, എല്ലാം സാക്രിഫൈസ് ചെയ്ത് റെഡി ആയിട്ട് വന്ന കാരണം അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല. ഇപ്പോൾ ഫോണില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പഠിച്ചാൽ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാവാനും പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റി ആയാലും മെൻറ്റേഴ്സ് ആയാലും ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് മെൻ്റലി ഒന്ന് ഡൗൺ ആയാൽ പോലും ഒരു അടിപൊളിയാണ്. നമുക്ക് മോട്ടിവേഷൻ തരാനാണെങ്കിലും. പിന്നെ അവിടുത്തെ എക്സാം സിസ്റ്റം അതില്ലെങ്കിൽ എനിക്കെന്ന് വെച്ചാൽ ഞാൻ പ്രഷർ ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ എക്സാം വെക്കുമ്പോൾ ഡെയിലി എക്സാം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് പഠിച്ച് അങ്ങനെ പോവും. അല്ല, ഞാൻ ശരിക്കും CA അല്ല, ഞാൻ ACC ആണ്. പക്ഷേ ലാസ്റ്റ് തലവര എന്നൊക്കെ പറയുന്ന പോലെ CAക്ക് വന്നതാണ്. നല്ലൊരു സാധ്യതകളും കാണുന്നു. ഇപ്പം നല്ല മാർക്കോട് നേടി തന്നെ പാസ്സാവാൻ പറ്റി. മോശമില്ലാത്ത മാർക്കുണ്ട്. നമ്പർ 1 കോച്ചിങ് ആണ്. നമ്പർ 1 മെൻറ്ററിങ് നല്ല സൂപ്പറാണ്. ടീച്ചറാണ്. പിന്നെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ്. ഇവരുടെ റെമഡിയൽസ് കൊടുക്കണതും എല്ലാം സൂപ്പറാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് താഴെയൊരു മോളാണ്. അപ്പോൾ ഞാനും ഉപ്പയും ഇവളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കരൽ പറിച്ചു വിടുന്ന പോലെ വിട്ടതാണ്. പക്ഷേ സേഫ്റ്റി 100% സേഫ്റ്റി എല്ലാം കൊണ്ടും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും വളരെ ഹാപ്പി ആയിരിക്കും. കാരണം രക്ഷിതാക്കൾ അബ്രോഡ് ഉള്ളവർക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുന്ന് ഏൽപ്പിക്കാൻ പറ്റും. നമ്മൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാനിപ്പോൾ ഒമാനിലും എല്ലാവർക്കും റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. CCA ചോദിക്കുന്നവർക്കൊക്കെ വളരെ നല്ല. പിന്നെ ഫോണിൻ്റെ യൂസേജ് ഇല്ലാത്ത കാരണം പിള്ളേർക്ക് പഠിക്കാനും. ഇപ്പം എൻ്റെ മോന് ഞാൻ ഇവിടെ ചേർത്ത് എനിക്ക് ഇഷ്ടമായപ്പോൾ എൻ്റെ മോൻ BTechന് പഠിച്ചിരുന്ന അവിടുന്ന് കൊടുന്നവനെ ഇവിടെ ACCക്ക് ചേർത്തു. ഫോണില്ലാതെ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. മാഷാ അല്ലാ, ഇപ്പോൾ 4 പേപ്പർ അവനും പാസ്സായി, അവനും ഉണ്ടെന്ന് ഫെലിസിറ്റേഷൻ. സന്തോഷകരമായ നിമിഷമാണ്. എന്താണ് ലത്തീഫ് സാറെ കുറിച്ച്? ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ തന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ സാറിൻ്റെ മോട്ടിവേഷൻ, സാറ് തരുന്ന പവർ വെച്ചാൽ ലാസ്റ്റത്തെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഡെസ്പായിരിക്കും. ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ സാർ കുറച്ച് കാലമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു സാറൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അന്ന് ഞാൻ ശരിക്കും കരഞ്ഞ ഒരു ദിവസം. എന്നിട്ട് സാറ് വന്ന് അന്ന് എന്താ പറയുക ഞങ്ങളടുത്ത് ചെയറൊക്കെ മാറ്റിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് സാർ അവിടെ സ്റ്റേജിന്മേൽ താഴെ ഇരുന്നു. ഞങ്ങളവിടെ നിലത്തിരുത്തി എല്ലാവരും കൂട്ടത്തിൽ ഇങ്ങനെ ഇരുത്തി. എന്നിട്ട് സാർ ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ അവിടെയുള്ള ഒരു 90% സ്റ്റുഡൻസ് വന്ന് കരഞ്ഞുണ്ടാവും. എന്നിട്ട് സാർ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ തമ്മിൽ തന്നെ ഹഗ് ചെയ്ത്, കുട്ടികൾ തമ്മിൽ ഹഗ് ചെയ്തിട്ട് അങ്ങനെ ഫുള്ള് അന്ന് അത്രയും ഡൗൺ ആയിട്ട് സാറിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അത്രയും ഹൈ ആയി. പിന്നെ നന്നായി പഠിക്കാൻ പറ്റി. പിന്നെ എല്ലാ വിധത്തിലും സപ്പോർട്ടുമാണ് സാറ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പയ്യ ഒരു പഠന രീതിയൊക്കെ നമുക്ക് പക്ഷേ നമുക്കൊന്നും അനുഭവിച്ച് എനിക്ക് ആ ഒരു പഴയ കാലഘട്ടത്തിൽ ലത്തീഫ് സാർ എന്ന് പറഞ്ഞാൽ നമ്പർ 1 മോട്ടിവേറ്റർ, നമ്പർ 1 കൗൺസിലർ കൂടിയാണ് ആൾ. ഞാൻ വർക്കിംഗ് ആണ്. എനിക്കങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ടീച്ചിങ് ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ, പെട്ടെന്ന് നമുക്ക് ലീവ് എടുത്ത് പോരാൻ പറ്റില്ല, പ്രത്യേകിച്ച് അബ്രോഡാണ്. പക്ഷേ ഇപ്പം വരാൻ എനിക്ക് പറ്റാവുന്ന ഒരു കണ്ടീഷനല്ല. എന്നാലും സാറിൻ്റെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ പിന്നെ ഞാൻ 3 ദിവസത്തിന് പോന്ന്. അതെ, ഇതിനു വേണ്ടി വന്നത്. അഫ്ര ഫാത്തിമ, നാദാപുരം, കോഴിക്കോട് ജില്ലയിൽ. ഈഗിൾസിലേക്ക് ഉമ്മാൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഇങ്ങനെയൊന്നും. അതെ, 10ാം ക്ലാസ് മുതൽ CA ആവണമെന്ന് ആഗ്രഹം. ഡോക്ടർ എഞ്ചിനീയറൊക്കെ എല്ലാവരും പറയുന്നുണ്ട് വെറൈറ്റി. CA എന്ന് പറയുന്നത് ഭയങ്കര
ഒരു സ്റ്റാൻഡേർഡാണ്, നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണോ? എന്താണ് അപ്പോൾ ഈഗിൾസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്? നല്ലതാണ്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം പങ്കെടുക്കുന്നു, അവാർഡ് ചടങ്ങ് നടക്കുകയാണ്. പങ്കെടുക്കാൻ രക്ഷിതാക്കൾക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. അതെ. എന്ത് പറയുന്നു? എന്താ പേര്? എൻ്റെ പേര് അഷ്റഫ്. എങ്ങനെയാണ് ഈഗിൾസ് ഒക്കെ ഓക്കെയാണോ? ഓക്കെയാണ്, നല്ല സ്ട്രിക്റ്റ് ആണ്, ഹാപ്പിയാണ്. മൊബൈലൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വന്നപ്പോൾ അങ്ങനെ ജീവിച്ച് പഠിച്ചത് അതൊരു ആവശ്യമാണല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ? അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഉള്ള താല്പര്യമാണ് സി എ എടുക്കണം എന്നുള്ളത്. പിന്നെ ഫ്രണ്ട് വഴിയാണ് ഇവിടെ ഈഗിൾസിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഓക്കെയാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. എന്താണ് അമ്മയുടെ പേര്? ബിന്ദു. വർക്ക് ചെയ്യുന്നോ? ഹോം ട്യൂഷൻ. എന്താണ് ഈഗിൾസിൽ എങ്ങനെ ഈഗിൾസിലെത്തിയത്? ഞാൻ ഫസ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോപ്പായി. അങ്ങനെ ഞാൻ ക്രാഷിനാണ് ഈഗിൾസിൽ ജോയിൻ ചെയ്തത്. ഈഗിൾസിനെ പറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഫാക്കൽറ്റീസ്, പിന്നെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പഠിക്കാൻ. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ എത്തണമെങ്കിൽ ഒരുപാട് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതെ, നല്ലപോലെ ഉണ്ട്. അമ്മ ഇങ്ങനെ യൂട്യൂബ് കണ്ടില്ല, അങ്ങനെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അത് എല്ലാം അമ്മയുടെ തീരുമാനം ശരിയായി തോന്നുന്നു? തീർച്ചയായും തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു അവസരം കിട്ടി. നല്ല മോൾ ഹാപ്പിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റോ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പിന്നെ യൂട്യൂബ് നോക്കി ഇങ്ങനെ വന്ന് ജയിച്ച് സന്തോഷം. ഈ പ്ലസ് ടു പഠിക്കുമ്പോൾ സി എ തന്നെ ആയിരുന്നു? അല്ല, ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് 2 മാസം ആ ഒരു സമയത്തായിരുന്നു ഞാൻ സി എ എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അത് അമ്മയുടെ സജഷൻ തന്നെ ആയിരുന്നു. അമ്മയ്ക്ക് സി എ ഇഷ്ടമായിരുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫാക്കൽറ്റീസാണ്. അതിൻ്റെ മെയിൻ സാധ്യമേ ഞാൻ ഞാൻ ക്രാഷ് ആയിരുന്നുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് എൻ്റെ സാധ്യമേമാണ്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് അവിടെ മാസത്തിൽ 4 ദിവസമായിരുന്നു ലീവ്. ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷനൊക്കെ ഓരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. അസസാദാണെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് കൂട്ടത്തിൽ അസസാദ് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അസസാദ് നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ പേര് അനുഗ്രഹ, കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ സി എ ഫൗണ്ടേഷൻ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നു. എന്താ പറയുക, കൊല്ലത്തും ട്രിവാൻഡ്രത്തും എല്ലാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷെ എന്നാലും അമ്മയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച ആൾ. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു 1 to 2 വീക്സിനുള്ളിൽ മനസ്സിലാവും ഈഗിൾസ് എന്താണെന്ന്, ഈഗിൾസിലെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അത് ഈഗിൾസിലെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അവിടുത്തെ ഫാക്കൽറ്റീസിലും അവിടുത്തെ മെൻറ്റേഴ്സിലും കോർഡിനേഴ്സിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ആ ക്വാളിറ്റി നമുക്ക് തന്നെ കുറച്ച് അവിടെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ വരും. തന്നെ വീക്കിലി എക്സാംസ്, അതുപോലെ തന്നെ റാങ്ക് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈഗിൾസ് അധ്യാപകരെ എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കണ എന്താ ഇപ്പോൾ പറയുക. എങ്ങനെയാണ് അമ്മ ഇപ്പോൾ സെലക്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസ്യത വരും? എങ്ങനെയാണ് അതിന് കൂടുതൽ അന്വേഷിച്ചത്? അത് കണ്ട വിശ്വാസത്തിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു മാസത്തിനുള്ള എനിക്ക് മനസ്സിലായി ഇവിടുത്തെ കോച്ചിങ് ഏറ്റവും ബെറ്റർ ആണെന്ന്. എൻ്റെ റിസൾട്ട് കിട്ടി, വളരെ സന്തോഷമുണ്ട്. ഒരു അനുമോദന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മൊബൈലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? മൊബൈൽ എനിക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാത്ത ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അമ്മയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലെ അച്ഛനെ എങ്ങനെയെങ്കിലും വീട്ടിലിരുത്തണം, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് പണ്ടോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ ഫോണില്ലാതെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. താല്പര്യം പ്ലസ് ടു പഠിക്കുമ്പോഴേ ഇതായിരുന്നു? അല്ല, അങ്ങനെ എനിക്ക് പ്രത്യേക ഒരു പ്രൊഫഷനിലോ അങ്ങനെ അതന്നെ. അമ്മയാണ് ഈ കോഴ്സ് കണ്ടുപിടിച്ചത്. അല്ല, അമ്മയ്ക്ക് അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള കുട്ടി തന്നെയാണ് ഞാൻ. അമ്മ പറയുന്ന കോഴ്സിനാണ് ഞാൻ പോവാന്നും തീരുമാനിച്ചത്. അമ്മയുടെ തീരുമാനം ശരിയായിരുന്നു? അതെ അതെ, അങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ, അവൾക്ക് ഏറ്റവും ബെറ്റർ കോഴ്സ് കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. സി എ ഉദ്ദേശിച്ചത് എന്താണ്? സയൻസ് ഡോക്ടറും എഞ്ചിനീയറും ആക്കാതെ സി എ എനിക്ക് സാറിൻ്റെ ഒരു സ്പീച്ച് കണ്ടിട്ടാണ് എനിക്ക് അതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ലത്തീഫ് സാറിൻ്റെ സ്പീച്ച് കേട്ടിട്ടാണ് എൻ്റെ മോളെ, അവൾ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. അപ്പോൾ ആ സ്പീച്ച് കേട്ടപ്പോഴാണ് എൻ്റെ മോളെ സി എക്ക് വിട്ടാൽ അവളത് സി എക്കാരിയാവും. അവളുടെ വീട്ടിലും കാറിലും ഒക്കെ സി എ ബോർഡ് വെച്ച് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവൾക്കൊരു രജിസ്റ്റേർഡ് കാറ് അങ്ങനെ വരണമെന്ന്. അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു.
അതായത് ലത്തീഫ് സാറൊക്കെ മോട്ടിവേഷൻ വലിയൊരു ഘടകമാണ്. പിന്നല്ല, ലീഗൽസ് എന്ന് പറയുന്നത് ലത്തീഫ് സാറാണ്. എന്താണ് ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കേട്ടാൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നും നമുക്ക് ഫോൺ വേണ്ട, ഒന്നും വേണ്ട, പഠിച്ചാൽ മതി. നമുക്ക് പഠിച്ച് എത്രയും പെട്ടെന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. എല്ലാ ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചിന്തയിലേ വരില്ല. ഫോൺ വേണം, ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോയാൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം, അങ്ങനെയൊന്നും നമുക്ക് വരില്ല. നമ്മുടെ പേരൻസിനെ എത്രയും പെട്ടെന്ന് പ്രൗഡാക്കണം. എന്താ ഇപ്പോൾ അച്ഛനായാലും വീട്ടിലിരുത്തണം, അവരെ ജോലിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അങ്ങനത്തെ ആഗ്രഹം വെച്ചിട്ട് പഠിക്കുമ്പോൾ അത് ഫോണൊന്നും ഒരു ഇതല്ല. ആ, നമ്മളെല്ലാം അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും എന്താ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ നല്ല അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാണ്. വീട്ടിൽ നിന്ന് മാറാൻ ഭയങ്കര വിഷമമുള്ള കുട്ടിയാണ്. ഞങ്ങളോട് വല്ല അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈഗിൾസിൽ വന്നപ്പോൾ അവർക്ക് അവിടെ ഒരു കുടുംബം പോലെ, വീട് പോലെ ലത്തീഫ് സാർ ആയാലും ജംഷീന മാമ ആയാലും അവിടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആള്. ഞങ്ങളും അതിലേറെ സന്തോഷിച്ചിരിക്കുന്നു. ഇടവണ്ണ ഓക്കെ. സി എ എന്ന് പറഞ്ഞൊരു കോഴ്സ് എല്ലാവർക്കും സെയിം അല്ല. ചില ആൾക്കാർക്ക് സി എ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവാൻ പറ്റും, ചില ആൾക്കാർക്ക് ഭയങ്കര ഹാർഡാണ്. അതിൽ ഹാർഡായിട്ടുള്ള ആളാണ് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കുറേ ക്ലാസ്സസ് വാങ്ങി സെൽഫ് സ്റ്റഡി നടത്തി എല്ലാം ചെയ്തു. ലാസ്റ്റാണ് ഈഗിൾസിക്ക് വന്നത്. അങ്ങനെ ഈഗിൾസിക്ക് വന്നു. ഇവിടെ ഈഗിൾസിൻ്റെ ഫുൾ ക്രൂ അടിപൊളിയാണ്. മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് എപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും സെറ്റാണ്. അങ്ങനെ ഈഗിൾസിൽ വന്ന് മാക്സിമം എഫേർട്ട് ഇട്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന സാധ്യ മാമാണ്. ഇപ്പോൾ അക്കാദമിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നമ്മൾ ഡൗൺ ആയാൽ മാമിനോട് പോയി പറഞ്ഞാൽ മതി. മാം ഒരു കാര്യം പറയും, ഇതിൽ കിട്ടും. ആ മാമിൻ്റെ ഇതിൽ കിട്ടും കേട്ടാൽ തന്നെ നമുക്കൊരു എനർജി വരും. പിന്നെ നമ്മളാകെ ഡെസ്പായി ഡൗണായി നിൽക്കുന്ന സമയത്ത് ലത്തീഫ് സാർ വന്നിട്ട് നമുക്കൊരു 30 to 45 മിനിറ്റ്സിൻ്റെ ഒരു സെക്ഷൻ വെക്കും. അത് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഫയറാവും. അങ്ങനെ മടുത്ത് ഇനിയിപ്പോൾ സി എ വേണ്ട, സി എ എനിക്ക് പറഞ്ഞ കോഴ്സല്ല, സി എ ആവാനേ ആയിട്ട് ജനിച്ച കുറേ ആൾക്കാരുണ്ട്, നിർത്താമെന്നൊക്കെ വിചാരിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഞാൻ 5th അറ്റംപ്റ്റിലാണ് സി എ ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയത്. അതിലെനിക്ക് 2 എക്സംഷൻ ഉണ്ട്. ഞാൻ സി എ ജേർണിയിൽ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ഈഗിൾസിക്ക് വരാമെന്നുള്ളതാണ്. താങ്ക് യു ഈഗിൾസ്. മൊബൈൽ ഇല്ലാത്തതേ നമ്മൾ അറിയൂല. കാരണം അത്രയും ഇങ്ങനെ നമുക്ക് മെൻറ്ററിങ് തന്നോണ്ടേ നിൽക്കും. എനിക്ക് നല്ല പേടിയുണ്ടായിന് മൊബൈലില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ ലോക്കാവുമെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു കാര്യം കഴിയുമ്പോഴത്തേന് അടുത്ത കാര്യം, അത്രയും മെൻറ്ററിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ തന്നുകൊണ്ട് അയ്യോ എനിക്ക് മൊബൈൽ ഇല്ലല്ലോ എന്ന് ആലോചിക്കാൻ പോലും നമുക്ക് ടൈം ഉണ്ടാവില്ല. അത്രയും പഠിക്കാനുണ്ടാവും, നമുക്ക് അത്രയും വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര പ്രൗഡാണ്. ഉമ്മൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഭയങ്കര എന്തോ ചെയ്ത പോലെ ഒരു ഫീലാണ്. അത് ശരിക്കും അതെനിക്ക് കിട്ടിയത് ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ്. മലപ്പുറത്ത് എല്ലാവരും വരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും സി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, കുറേ ഫാക്കൽറ്റി പൂൾസ് ഉണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കണ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ക്ലാസ് എടുക്കണ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷേ ഈഗിൾസിക്ക് തന്നെ എല്ലാവരും വരണമെങ്കിൽ അതിന് ഒരു നല്ല റീസൺ ഉണ്ട്. അത് നമുക്ക് ഇവിടുത്തെ റിസൾട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും സാറ് വന്നിട്ട്, സാറിൻ്റെ ഒരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. സ്വിച്ച് ഇട്ട പോലെ നമ്മൾ ഓണാവും സാറിൻ്റെ ക്ലാസ് കേട്ടാൽ. സാറിൻ്റെ ക്ലാസ് അത്രയും സെറ്റാണ്. പക്ഷെ നമുക്കിങ്ങനെ കുറേ മോട്ടിവേഷൻ തന്നെ നമ്മൾ സ്പോയിൽ ചെയ്യില്ല. കറക്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് അത് ഇവിടുന്ന് കിട്ടും. അതാണ്. അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെന്തായാലും പാസ് ആവുന്നുണ്ട് നമ്മൾ സ്പോയിൽ ചെയ്യൊന്നുമില്ല. കറക്റ്റ് സാധനം നമുക്ക് കിട്ടും. എനിക്ക് പറയാനുള്ളത് തന്നെ സി എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം അല്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് ജോലി കയറാൻ പറ്റും. ചില ആൾക്കാർക്ക് തോറ്റ് കുറേ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ സി എ എന്ന് പറഞ്ഞത് നമ്മളൊരു റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും സെയിം ആണെന്ന് വിചാരിച്ച് വരരുത്. നമ്മൾ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% എഫേർട്ട് ഇടാൻ എന്തായാലും കിട്ടും. ഷെരീഫ. സാദിയ ടീച്ചറെ കയ്യിൽ ഞാൻ വരുമ്പോഴൊക്കെ അവള് പറയും മാമിനെ കണ്ടു പോകണം പറയും. സാദിയ ടീച്ചർ തന്നെയാണ് മുങ്ങിപ്പൊങ്ങണ കപ്പലേനിത്. പിന്നെ ഇത് നമ്മളെ വാക്കിലോ അല്ലെങ്കിൽ കല്ലേറിയല്ലോ, ഇന്നും ജയിച്ചിട്ടില്ല കെട്ടിച്ചളാ. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ മുങ്ങിപ്പൊങ്ങണ കപ്പൽ പിടിച്ച് പൊന്തിച്ചു. സാദിയ ടീച്ചറെ തന്നെ എനിക്ക് എടുത്ത് പറയാം. സ്റ്റാഫുകളുടെ ഒരു വല്ലാത്തൊരു അതന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. മോളെ ഈ ഒരു രംഗത്തേക്ക് വന്ന് ഞാൻ കുറേ മുടക്കി അതിന് പോകണ്ട അങ്ങോട്ട് പോരാ. അപ്പോൾ അവൾക്ക് ഇത് എടുത്തേ തീരുള്ളൂ മതി. അങ്ങനെ കണ്ട് ഓളെ പിന്നെ ഞാൻ
എൻ്റെ ബാക്കിയുള്ളവരൊക്കെ പറയും ഒഴിവാക്കിക്കളാം. അപ്പോൾ ഇവള് പറയും നിങ്ങൾ ഇനി അതിനെ വിടുകയറി. അപ്പോൾ അവൾ പറയുന്നത് കേൾക്കില്ല. അതൊരു നല്ല തീരുമാനമായി എന്നുള്ളൊരു രക്ഷിതാവ് നിലക്ക് സംതൃപ്തിയാണ്. എന്താണ് സിസ്റ്റർക്ക് പറയാൻ? ഫൈസ ഭയങ്കര ഹാപ്പിയാണ്. ആയിഷക്ക് ഡിസേർവ് ചെയ്യണത് കിട്ടി. നല്ല ഹാപ്പിയാണ്. ഓക്കെ, എന്താ അപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഈഗിൾസ് വരുന്നവരോട് പറയാനുള്ളത്? ഈഗിൾസ് വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ CA ജേർണിയിൽ എടുത്ത നല്ല ഡിസിഷനാണ്. ഇപ്പം നിങ്ങൾ ഈഗിൾസിക്ക് വരാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ഡിസിഷനാണ്. അതന്നെ പറയാനുള്ളത്. ഓക്കെ, മലപ്പുറം മഞ്ചേരി. അപ്പോൾ ഇന്നൊരു പ്രൗഡ് ഓഫ് മൊമെന്റ്. യെസ്, വെരി പ്രൗഡ്. പ്രൗഡ് പറഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ ഹൈറ്റിലെത്തിയ മാതിരി ഒരു ഫീല്. എങ്ങനെയാണ് ഈഗിൾസിലേക്കുള്ളൊരു വരവും ഇവിടുത്തെ ഒരു പഠന രീതിയൊക്കെ എന്തായിരുന്നു? ഈഗിൾസിക്ക് ഞാൻ ശരിക്കും CA അങ്ങനെ മുമ്പേ പ്ലാൻ എടുത്ത് വിളിച്ചത്. ഞാൻ വെറുതെ ലത്തീഫ് സാറിനെ വെറുതെ വിളിച്ച് എന്താണ് സംഭവം ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ തോറ്റാലോ എന്നൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു. അതൊന്നും ഈ ആലോചിക്കണ്ട, ഈ നേരെ പോരുന്ന് എന്നോട് പറഞ്ഞു. ഫോണിൽ മുമ്പ് പരിചയമൊന്നുമില്ല. അപ്പോൾ അങ്ങ് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വെറുതെ പോകുന്നതാണ്. പിന്നെ അവിടെ വന്ന് ഈഗിൾസിക്ക് വന്ന് പിന്നെ ആദ്യം പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇനി പിന്നെ അങ്ങനെ ഫുള്ള് കളിയായി. അവസാനം സാർ ഇങ്ങനെ എപ്പോഴും ചീത്തറിഞ്ഞ് നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മെല്ലെ ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ ഇൻട്രസ്റ്റ്. പിന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ ബുക്സ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര. പിന്നെ ഫുള്ള് പഠിക്കാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ച്. അങ്ങനെ ഫൗണ്ടേഷൻ ഇവിടെ തന്നെ പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാസ്സാവുന്നൊന്നും. പിന്നെ ഇൻ്റർവ്യൂ ഇതേമാതിരി നമ്മൾ ഫെലിസിറ്റേഷൻ്റെ ഒന്നൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവരിലൊക്കെ എങ്ങനെ പാസ് അങ്ങനെ കളിച്ചു. അത് ഇതേമാതിരി എഫേർട്ട് ഇട്ട് ഒന്നാമത് ഇവിടുത്തെ സിസ്റ്റം എല്ലാവരും പോസിറ്റീവ് മൈൻഡ്, ഒരു നെഗറ്റീവ് നമുക്ക് വരുന്നില്ല. എല്ലാവരും എല്ലാ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും സ്റ്റാഫ്സും എല്ലാവരും പോസിറ്റീവ് മാത്രമായതുകൊണ്ട് അങ്ങനെ എഫേർട്ട് ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് പാസ്. രക്ഷിതാക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് പഠിക്കണ കാര്യത്തിൽ. അതിന് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. ഇനി പിന്നെ ഇപ്പോൾ ഭയങ്കര വലിയ പ്രതീക്ഷകളാണ്. അതേമാതിരി അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല അതിന്. പിന്നെ അവന് ഒന്നുമില്ല. ലത്തീഫ് സാർ കാരണം തന്നെ 100% ലത്തീഫ് സാർ ഈഗിൾസ് അതിനെ ഫുൾ സപ്പോർട്ട്. ഒരു CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന +2 കഴിഞ്ഞ കുട്ടികളോടൊക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസ്? എന്നുവെച്ചാൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. ഞാനൊക്കെ +2 ജസ്റ്റ് വെറുതെ അതൊന്നും പഠിക്കാതെ അങ്ങനെ വലിയ +2 വല്ല പഠിക്കുന്ന ഒരാളല്ലേ. ഇനി അതുപോലെ ഈ പഠിക്കാതെ നമ്മൾ +2 മാർക്ക് അനുസരിച്ച് നമ്മളൊരിക്കലും CA നമ്മൾക്ക് കഴിയൂല എന്ന് പറയാൻ പറ്റൂല. മുമ്പ് പഠിച്ചില്ല വിചാരിച്ച് നമുക്ക് എന്താ CA കഴിയൂല പറയാൻ പറ്റൂല. നമുക്ക് അത് അങ്ങനെയാണ്. എന്താണ് നമ്മൾ എനിക്കും അതേമാതിരി എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റും എന്നാണ് ഞാൻ പറയാം. തന്നെ മറ്റുള്ള ഫാക്കൽറ്റീസൊക്കെ നല്ല മോട്ടിവേഷൻ. നല്ല ഈഗിൾസ് പറഞ്ഞ ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നല്ല. എനിക്ക് ഇതുവരെ ഒരാളടുത്ത് നെഗറ്റീവ് കിട്ടിയില്ല. ഇപ്പോൾ ഞാനൊക്കെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ ഓടി നടക്കുകയാണ് പഠിച്ചുകൊണ്ട്. ഒരാൾ പോലും വല്ല പഠിപ്പിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയല്ല. മൊബൈൽ ഇപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും റീൽസ് ഇങ്ങനെ കാണും. ഞാനെല്ലാവരും പിടിച്ചു നോക്കും. എനിക്ക് ഇപ്പോൾ ഭയങ്കര മൊബൈലില്ല, അലർജി ഇഷ്ടമല്ല. ഇൻസ്റ്റ ഒന്നും ഉപയോഗിക്കൽ തന്നെയല്ല. അങ്ങനെ ഇപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ വേൾഡിൽ അതിൻ്റെ ഒന്നും തീരെ അഡിക്ഷൻ ഇല്ലാതായി. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊതിക്കുമ്പോൾ അതൊക്കെ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അങ്ങനെ ഇപ്പോഴും ഞാനിങ്ങനെ പഠിക്കാന്നുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അല്ല ഡിസ്ട്രാക്ഷൻക്ക് പോകാൻ തീരെ താല്പര്യമല്ല ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റുഡൻറ്റ് പക്ക ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ആവാം അത് ഇവിടെ നിന്ന് കിട്ടും നമുക്ക്. ഇപ്പം മുമ്പ് പഠിക്കാത്തൊരു വിഷയമല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് ഇങ്ങനെ തുടങ്ങും. പേര് ആദില യാസ്മിൻ. ഞാനിവിടെ മലപ്പുറത്ത് തന്നെയാണുള്ളത്. ഫൗണ്ടേഷൻ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഇൻ്റർവ്യൂ അൽഹംദുലില്ലാ ബോത്ത് ഗ്രൂപ്പ് പാസ്സായി. ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ളത്. ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ഫസ്റ്റ് പറയാനെന്താ വെച്ചാൽ ഈഗിൾസിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് പഠിക്കാനുള്ള. അത് മേ ബി എല്ലാവർക്കും സെറ്റാകില്ല. പക്ഷെ അത് വൺ സെറ്റായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഫോൺ ഭയങ്കര ഒരു പ്രശ്നമാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വരുമ്പോൾ ഫോണില്ല. അരമണിക്കൂറുള്ള വൈകുന്നേരമുള്ള ആ ഒരു അരമണിക്കൂറാണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പ്രശ്നം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓഫ്കോഴ്സ് അത് കൺട്രോൾ ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമുക്കൊരു അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ചാൻസ് ഇല്ല. എവിടെ നോക്കിയാലും പഠിത്തമാണ്. നമ്മൾ ബുക്ക് തുറക്കാതിരിക്കുക അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക തോന്നുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് വരും. ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നുണ്ട് ഞാനും പഠിക്കണമല്ലോ, ആ ഒരു തോന്നലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് എടുക്കും. ഫാക്കൽറ്റീസൊക്കെ നല്ല ഫാക്കൽറ്റീസാണ്. അവർക്കും ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്ന് അറിയുമ്പോൾ അവർ പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, പുറത്തുള്ള ആളുകളൊക്കെ കളിച്ച് അവർ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് പഠിക്കണത്, നിങ്ങളതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണല്ലോ ഇവിടെ പഠിക്കണത്. ഡെഫിനറ്റ്ലി അതിൻ്റെ ഉള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവാണ്. അത്രയും സാക്രിഫൈസ് ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഹോപ്പ് ഞങ്ങൾക്ക് ഉണ്ടാവും. എല്ലാവരും വന്നിട്ട് എല്ലാവരും ഹാപ്പിയാണ്. അതന്നെ ഇനി ഫൈനൽ എന്താന്നുള്ള ഒരു തോട്ടാണോ എല്ലാവർക്കും ഉള്ളത്. അൽഹംദുലില്ലാ ഇൻ്റർവ്യൂ വരെ
പോയി. അപ്പോൾ ആ ഒരു ഇതാണുള്ളത്. ലത്തീഫ് സാർ ഒരുപാട് മോട്ടിവേഷൻ തരലുണ്ട്. ലൈക്ക് നമ്മൾ ഡൗൺ ആണെന്ന് തോന്നുന്ന ആ ഒരു ടൈമിലാണ് സാറ് വന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യലുള്ളത്. പിന്നെ സാറ് പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ പഠിക്കുക, ഇരുന്ന് പഠിക്കുക, അതന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ടൈം പോവാന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചാൽ ടൈം എങ്ങനെ പോവാം, അങ്ങനെ പോവുള്ളൂ. ഇവിടെ ടൈം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എല്ലാ ടൈമും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. CA പോലുള്ള കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരോടൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഞാൻ പറയില്ല. ചിലപ്പോൾ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കുട്ടികളുണ്ടാവും. പക്ഷേ ഇന്നെപ്പോലത്തുള്ള മെജോറിറ്റി സ്റ്റുഡൻസിന് എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഞാൻ പറയുമ്പോൾ ഈഗിൾസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ ഞാനിവിടെയാണ് പഠിച്ചിട്ടുള്ളത്, ഫൗണ്ടേഷൻ ഇവിടെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഇൻ്ററും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്യുക, ഞാൻ പറയുക ഓപ്ഷൻ ഈഗിൾസ് തന്നെ ആയിരിക്കും. പേര് സഫ, ഞാൻ വൈലത്തൂർ തിരൂർ. ഈഗിൾസിലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫൗണ്ടേഷൻ മുതൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോംലി ഫീലാണ് ഇവിടെ. നമ്മൾ ഞാൻ ഡേ സ്കോളറാണ്, ബട്ട് എങ്കിലും രാവിലെ ഒരു 6 മണിക്ക് വന്ന വൈകുന്നേരം 6 മണിക്ക് ഞാൻ വീട്ടിൽ പോകുന്നു. അപ്പം ഒരു ദിവസം ഞാൻ കൂടുതൽ ടൈം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റും. ഇവിടെ ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും പോയിട്ട് നമുക്കത് സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ് നമുക്ക് ഇവരുടെ തരുന്നുണ്ട്. ആൻഡ് എക്സാമിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പം നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. നമുക്ക് പഠിച്ചിട്ട് എത്തുന്നില്ല, മറന്നു പോകും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന് നമുക്ക് വേണ്ട മോട്ടിവേഷൻ തന്ന് നമ്മളെ കൂടെ നിന്നിട്ട് അവർ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു മെൻറ്റേഴ്സിന് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ആണെങ്കിലും ഇൻ്റർ ആണെങ്കിലും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള എല്ലാം ഭയങ്കര നല്ല നോളജ് ഉള്ള മെൻറ്റേഴ്സിന് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഫാക്കൽറ്റീസ് പോയി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അപ്പൊക്കെ നമുക്കത് ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. കണ്ണൂരിൽ നിന്നും ഈഗിൾസിലെത്താനുള്ള ഒരു സാഹചര്യം. ഞാൻ ഒന്നാമത് എന്ന് വെച്ചാൽ CA ഫൗണ്ടേഷൻ ഞാൻ ഈഗിൾസിലാണ് പഠിച്ചത്. പിന്നെ അപ്പോൾ നമുക്ക് ആ എൻവിറോൺമെൻറ്റ് മനസ്സിലാവുണ്ട്. നമ്മൾ ഇൻട്രോ അവിടെ പഠിച്ച്, അപ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷൻ CA ഇൻ്റർ ബോത്ത് കേടും ആൻഡ് CA ഫൗണ്ടേഷൻ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആയി. ഫാക്കൽറ്റീസിൽ അടിപൊളിയാണ്. പിന്നെ എല്ലാം കേരളത്തിൽ ഫേമസ് ആയ ഫാക്കൽറ്റീസാണ്. നമ്മളെ പിന്നെ മെൻറ്ററും അടിപൊളിയാണ്. പിന്നെ അവിടുന്ന് കിട്ടുന്ന കോച്ചിങ്, പിന്നെ എക്സാം, മോക്ക് ടെസ്റ്റ്, പിന്നെ വീക്ക്ലി എക്സാമെല്ലാം നടത്തും. പിന്നെ നമുക്ക് ഡൗട്ടിൻ്റെ ക്ലിയർ ചെയ്യാവും. നിൽക്കണമെങ്കിൽ അവിടെ ഫാക്കൽറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ മെൻറ്റർ ഉണ്ടാവും. മെൻറ്ററിനെല്ലാം നല്ല നോളജ് ഉണ്ടാവും. CA ഫൈനലിസ്റ്റ് അങ്ങനത്തെ മെൻറ്ററെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഫുൾ 100% ആളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് അവിടെ ഇരുന്നോർത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താക്കാൻ പഠിക്കും, എല്ലാവരും പഠിക്കുന്ന കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും കളിക്കുന്നതുകൊണ്ട് നമുക്ക് കളിക്കാൻ തോന്നുന്ന പോലെ എല്ലാവരും പഠിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുമോ അവർ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ മാത്രം പഠിക്കുന്നില്ല, നമ്മൾ പൊട്ടും, അങ്ങനെ ഒരു പേടിയുള്ളതുകൊണ്ട് നമ്മളും പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ ആ എൻവിറോൺമെൻറ്റ് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പാസ്സാകാനെല്ലാം പറ്റും. വീട്ടിൽ നിന്ന് ഫുള്ള് സപ്പോർട്ട് അവിടെ തന്നെ പഠിച്ചോന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് എവിടെ പഠിക്കണമെങ്കിലും എൻ്റെ ചോയ്സ് തന്നെ, വീട്ടിൽ നിന്ന് പ്രഷറൊന്നുമില്ല. പക്ഷേ ഞാൻ പിന്നെ കുറച്ച് ഫ്രീ കിട്ടിയാൽ ഞാൻ ഇങ്ങനെ കളിക്കുന്നൊരു ടൈപ്പാണ്. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഈഗിൾസിൽ തന്നെ ഒരു കോട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിലാണ്. ഒരു 3-4 വർഷം മാറ്റി വെച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ സെറ്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിനെ ക്ലിയർ ആയതുകൊണ്ട് അൽഹംദുലില്ലാ. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോടൊക്കെ ഒരു പക്ഷേ ഈഗിൾസ് ഒരു നല്ല ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ. നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ. ആരും നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് നല്ലോണം പഠിക്കുന്ന, നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യണം, നല്ലോണം പഠിക്കണം, നല്ല ക്ലാസ്സെല്ലാം കിട്ടണം. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഗിൾസ് നല്ല ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ 2-3 മാസം ഒന്ന് അഡാപ്റ്റ് ചെയ്തോളും. 2 മാസം കൊണ്ട് അഡാപ്റ്റ് ചെയ്തോളും. ഫാത്തിമ സഹർ, വയനാട്. വയനാട് ഞാൻ ഈഗിൾസിലേക്ക് വരണമെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വലിയ അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ ഇങ്ങനെ യൂട്യൂബെല്ലാം നോക്കി ലത്തീഫ് സാറിൻ്റെ വീഡിയോ കണ്ട് ഈഗിൾസ് സാറിന് അങ്ങനെ വന്ന് ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി കയറി. CA തന്നെയായിരുന്നു മെയിൻ ഫോക്കസ്. അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഈഗിൾസിലെത്തി. എന്തുകൊണ്ടും നല്ല ഓപ്ഷനായിട്ട് തോന്നി. കാരണം എനിക്കെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ നല്ല ഡിസ്ട്രാക്റ്റഡ് ആവുന്ന പേഴ്സൺ. അങ്ങനത്തെ ഒരു ആൾക്കാരെല്ലാം വരുന്നതാണ് നല്ല സുഖം. കാരണം ഇവർ ഇരുത്തി ഇവിടെ പഠിപ്പിച്ചോളും, നല്ല ശ്രദ്ധിക്കും. നല്ലൊരു ഓപ്ഷനായിരുന്നു. എന്താ പറയുക, എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല.
ഈഗിൾസിൽ വന്നതിൽ. പിന്നെ ഇവിടുത്തെ റാങ്ക് സിസ്റ്റം, പിന്നെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ എനിക്ക്. ഞാൻ തലേ ദിവസം പഠിക്കുക, എക്സാം ചെയ്താൽ അങ്ങനത്തെയൊക്കെ ഒരു ചിട്ടയിൽ വന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ എനിക്ക് എന്തായി ഈഗിൾസ് നല്ല ഹെൽപ്ഫുള്ളായി. കാരണം നമ്മളൊന്ന് ബാക്കൗട്ട് ആകുമ്പോൾ തന്നെ ഇവർ വിളിച്ച് സംസാരിച്ച് എന്താ പറ്റിയത് അങ്ങനെയൊക്കെ അന്വേഷിക്കും. പിന്നെ നമ്മൾ ആ മന്ത്ലി എക്സാംസ് ഡെയിലി തന്നെ ഉണ്ടോ, ലാസ്റ്റ് ക്യാമ്പ് തുടങ്ങിയ ഡെയിലി എക്സാംസാണ്. ആ എക്സാംസിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് റിവ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനത്തെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. മൊബൈല് ആദ്യത്തെ ഒരു 2 months ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നിർത്തിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എന്തായി, പിന്നെ നമുക്ക് ശീലമായി. പിന്നെ നമ്മൾ ആ ഫോൺ ടൈം ഫുള്ള് ഉപയോഗിക്കാനേ നമുക്ക് വലിയ താല്പര്യമില്ലാണ്ടായി. കാരണം അരമണിക്കൂർ ഉണ്ടെങ്കിലും നമ്മളൊരു 15 മിനിറ്റ് ഉപയോഗിച്ച് പഠിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണമെങ്കിൽ ഓഫീസിൽ പോയാൽ അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരാം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫോണിൻ്റെ ഇല്ലാത്ത അങ്ങനത്തെ ഇതൊന്നുമില്ല. വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് എന്താ ഞാൻ ഫൗണ്ടേഷനും ഇന്റർ ബോത്ത് ഗ്രൂപ്പ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ പറ്റി. വെരി ഹാപ്പിയാണ്. കാരണം എന്താ പറയുക, ഈഗിൾസിൽ വന്നുകൊണ്ട് തന്നെ മെയിനായിട്ടും. കാരണം വേറെ എവിടെയെങ്കിലും പോയാൽ ചിലപ്പം ഒന്ന് ലാഗായി പഠിക്കാനെല്ലാം കുറച്ച് എൻജോയ്മെൻറ്റിൻ്റെ എല്ലാം ഇതിലേക്ക് പോകാൻ സാധ്യത ഉള്ളൊരു ടൈപ്പ് ആളാണ്. ആ ഈഗിൾസിൽ വന്നുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും. എന്നാലും നമുക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ട്, മന്ത്ലി റിഫ്രഷ്മെൻ്റ് ഡേ ഉണ്ട്. പിന്നെ പരിപാടി ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള എല്ലാം ഉണ്ട് ഇവിടെ. പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിത്തവും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു. സ്ഥലം എറണാകുളമാണ്. ഈഗിൾസ് ഞാൻ ഫസ്റ്റിന് ഈഗിൾസിലോട്ട് ക്രാഷ് ബാച്ചിലായിട്ടാണ് വന്നത് ഫൗണ്ടേഷന്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ലത്തീഫ് സാറിനെയും ഷാദിയ മിസ്സിനെയും അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ പിന്നെ ക്രാഷിലോട്ട് വന്നുകൊണ്ട് എനിക്ക് ഇവിടെ അഡാപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഫീൽ ചെയ്തില്ല. മീൻസ് പഠിക്കുന്നുള്ളൊരു മൈൻഡ് വന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സ്യൂട്ടബിൾ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. ഫോണില്ല എന്നും പല റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ എൻ്റെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. സോ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് ഫസ്റ്റിന് ഇനീഷ്യലി ഒരു പ്രോബ്ലം ഉണ്ടായില്ല. മീൻസ് അപ്പോൾ ഫൗണ്ടേഷൻ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇവിടെ വന്ന് ക്രാഷിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. ദെൻ ആഫ്റ്റർ എനിക്ക് പിന്നെ ഇൻ്റർവ്യൂ ചൂസ് ചെയ്യാൻ എനിക്ക് വേറെ ഓപ്ഷൻ തോന്നിയില്ല. ഇത് തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. കാരണം ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാം. നമുക്ക് എന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ പല കാര്യത്തിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകും, എസ്പെഷ്യലി മൊബൈൽ യൂസിൽ. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ എന്താ പറയുക, ഇവർ നമ്മുടെ ഫോൺ മേടിച്ച് വയ്ക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പറ്റും. എന്താ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോളിലേക്കുള്ള ഫോക്കസ് കൂട്ടി നമുക്ക് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, വേറെ ഡിസ്ട്രക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട്. പിന്നെ ഇവിടെ പിന്നെ എന്താ ലത്തീഫ് സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമായിരുന്നു. മീൻസ് നമ്മൾ വീക്കായിട്ടിരിക്കുമ്പോഴും ലോ ആയിട്ടിരിക്കുമ്പോഴും അല്ലാണ്ട് എനർജി ആയിട്ടിരിക്കുമ്പോൾ പോലും ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ കേട്ടാൽ നമുക്ക് പിന്നെ ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു. പക്ക നമുക്ക് 100 എന്നുള്ളത് 200 അതിൻ്റെ മേളിലോട്ട് പോകുന്ന സൈസ് ആ ഒരു ലെവൽ ഓഫ് എഫക്റ്റാണ് ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ. നമുക്ക് ലത്തീഫ് സാറിൻ്റെ ക്ലാസ്സിൽ കൂടെ കയറിയാലും സാറിൻ്റെ ക്യാബിനിൽ കയറിയാലും എനിക്ക് നല്ലൊരു മീൻസ് എന്താ ഒരു എഫക്റ്റ്, ഒരാൾ കാണുമ്പോൾ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. അത് തന്നെ. പിന്നെ സാറിൻ്റെ ക്യാബിലേക്ക് ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വെച്ചില്ല. നമുക്ക് എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. സാറാണെങ്കിലും സാറിൻ്റെ ഇവിടെ ജംഷിന മാം, ഷാദിയ മാം, സാറുണ്ടാവും, ആരാണെങ്കിൽ പോലും. അതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട് എനിക്കിവിടെ. പക്ഷെ എന്തുണ്ടെങ്കിൽ പോലും എന്ത് കാര്യമാണെങ്കിൽ പോലും അവരോട് ഓപ്പണായിട്ട് പോയി പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻസ് എല്ലാവരും ഉണ്ടാക്കി തരും. പിന്നെ പ്രോപ്പർലി മെയിനായിട്ടും CAയിൽ എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഫേസ് ചെയ്യാൻ ഒരു മെയിൻ ബുദ്ധിമുട്ടാണ് എക്സാം, ആ 3 hours. സോ ഈഗിൾസിൽ വന്നതോടുകൂടി എനിക്ക് ആ ഒരു 3 hours മീൻസ് പക്കയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ അതിന് മുമ്പുള്ള ഇവർ ട്രെയിനിങ് മീൻസ് എസ്പെഷ്യലി 2 മാസം ഞങ്ങൾ ഇടുന്നുണ്ട്. പ്ലെൻറ്റി ഓഫ് എക്സാംസ് ഞങ്ങളിവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു എക്സാംസ് എഴുതുന്നതോടെ നമ്മൾ എക്സാമിനോടുള്ളൊരു പേടിയും ആ ഒരു എന്താ പറയുക അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ഔട്ടാവും. കൂളായിട്ട് ആ 3 hours എക്സാം ഞാൻ എൻ്റെ ഇൻ്റർലും ഫൗണ്ടേഷൻ എഴുതിയിട്ട് 2 എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് അതെ ഇറങ്ങി പോരുന്ന ദിവസം എനിക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസം എനിക്ക് എന്താ പറയുക നല്ലൊരു സമാധാനം, ഒരു ആശ്വാസം, മീൻസ് ലെവൽ ഓഫ് മീൻസ് ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ. അതെനിക്കൊരു നല്ല ഇമ്പാക്റ്റ്. മെയിൻ കാര്യം എക്സാമിൻ്റെ ഒരു മീൻസ് എന്താ ഫീൽ അവർ മാറ്റി തന്നത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി. മുഹമ്മദ് ജാമിൽ തൻവീർ. ഞാൻ മാഹിയാണ്. ഞാൻ ആക്ച്വലി പഠിച്ചത് നാട്ടിലല്ല, ഞാൻ അബ്രോഡ് ദുബായിലാണ് പഠിച്ചത്. ആൻഡ് ദെൻ CA ചൂസ് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ കോളേജൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അന്വേഷിച്ചു.
അങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഫേവറബിളായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ ആ ഒരു മൊബൈലില്ല, ഒന്നും കൂടി ടൈം ഒന്നും എഫിഷ്യൻ്റ് ആയിട്ട് ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് അറിയാലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സാണ്. ഐ മീൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ കുറച്ച് കോൺസെൻട്രേഷൻ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഈ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ചെറുമകനാണ്. പറയാനുള്ളതിൽ ആത്മാർത്ഥമായിട്ട് വളരെയധികം ശ്രമിച്ചതിൻ്റെ ഫലവും കിട്ടി. അൽഹംദുലില്ലാ ഖൈർ. ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്. ഈഗിൾസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈഗിൾസിൽ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലവും കാണുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ല ഉപകാരം ചെയ്യുന്നുണ്ട്, സമൂഹത്തിന് ഒരു ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.